ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, പള്ളിക്കുദാശക്കാലം മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുക. ഈ മണ്ണിന്റെ മടിത്തട്ടിൽ ഒരു മനുഷ്യനായി ജനിച്ച് പാവപ്പെട്ടവനിൽ പാവപ്പെട്ടവനായി വളർന്ന് പകൽ അന്തിയോളം പണിയെടുത്ത് പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും മനുഷ്യനോട് തുല്യനായി മാറിയവനാണ് ദൈവപുത്രനായ യേശുക്രിസ്തു. യേശുവിന് എല്ലാവിധമായ മാനുഷികമായ വികാരങ്ങളും ഉണ്ടായിരുന്നു. ദേവാലയത്തിൽ കച്ചവടക്കാരെയും നാണയമാറ്റക്കാരെയും കണ്ടപ്പോൾ യേശു കോപിഷ്ഠനായി കയറുകൊണ്ടൊരു ചാട്ടവാറുണ്ടാക്കി കച്ചവടക്കാരെ എല്ലാം ദേവാലയത്തിൽ നാട്ടിപ്പുറത്താക്കി. അവിടുന്ന് പറഞ്ഞു, എന്റെ പിതാവിന്റെ പ്രാർത്ഥനാലയം കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, മണ്ണുകൊണ്ടും മരം കൊണ്ടും കല്ലുകൊണ്ടും പണിതീർത്ത കെട്ടിടത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ദേവാലയം. ദേവാലയത്തെ മറ്റ് ആലയത്തിൽ നിന്ന് വ്യതിരക്തമാക്കുന്നത് ദൈവികമായ സാന്നിധ്യമാണ്. പരമപരിശുദ്ധനായ ദൈവത്തിന്റെ പരിശുദ്ധിക്ക് നിരക്കാത്തതൊന്നും ഒരു ദേവാലയത്തിലും സംഭവിക്കാൻ പാടില്ല. എന്നാൽ ദേവാലയത്തിന്റെ മറവിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള കച്ചവടങ്ങളെയും തിന്മകളെയും ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്പം അശ്രദ്ധ സംഭവിച്ചാൽ ദേവാലയങ്ങൾ കവർച്ചക്കാരുടെ ഗുഹയായി മാറും. ദൈവാരാധനയ്ക്കും വചനപ്രഘോഷണത്തിനും കുദാശകളുടെ പരികർമ്മത്തിനും വേണ്ടി ദൈവജനം ഒരുമിച്ച് ചേരുന്ന ഇടമാണ് ദേവാലയം. ദേവാലയത്തിന്റെ പരിശുദ്ധിയും ദൈവഭക്തന്റെ ഹൃദയ നൈർമല്യവും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഹെബ്രായർ ലേഖനം 12:14 ഹൃദയ വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. ഹൃദയത്തിന്റെ പരിശുദ്ധിക്ക് നിരക്കാത്തതെല്ലാം ഹൃദയത്തിൽ നിന്നും മാറ്റിവെക്കാതെ ഏത് ദേവാലയത്തിൽ ബലിയർപ്പിച്ചാലും അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് ഇന്നത്തെ തിരുവചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. യേശു കച്ചവടക്കാരെ ദേവാലയത്തിൽ നിന്ന് നാട്ടി പുറത്താക്കിയതുപോലെ ബലിയർപ്പിക്കുന്നവന്റെ മനസ്സിൽ ദൈവത്തിന് നിരക്കാത്തതെല്ലാം കുടിയിറക്കുകയാണ് ബലിയർപ്പകൻ ചെയ്യേണ്ട പ്രഥമകർമ്മം. ഇന്നത്തെ സുവിശേഷം നൽകുന്ന സന്ദേശം, ദേവാലയത്തിന്റെ പരിശുദ്ധി പൂർണ്ണമാകുന്നത് ബലിയർപ്പകന്റെ ഹൃദയവിശുദ്ധിയോടുകൂടിയാണ്. ഒന്നുകിൽ വിശുദ്ധിയോടുകൂടി ബലിയർപ്പിക്കുക, അതിന് കഴിഞ്ഞില്ലെങ്കിൽ ബലിയർപ്പണത്തിലൂടെ വിശുദ്ധി നേടുക. സമാന്തര സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 3 നാളിൽ പണിയുന്ന ദേവാലയത്തെ കുറിച്ച് കൂടി യോഹന്നാൻ പ്രസ്താവിക്കുന്നുണ്ട്. ദേവാലയത്തിലെ നാണയമാറ്റക്കാരെയും പ്രാവ് വിൽപ്പനക്കാരെയും ആടുമാടുകളെയും പുറത്തിറക്കിയ യേശുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തവരോടാണ് അവിടുന്ന് 3 നാളുകൾ കൊണ്ട് പണിയപ്പെടുന്ന ദേവാലയത്തെ കുറിച്ച് പറയുന്നത്. 46 വർഷം കൊണ്ട് പണിയപ്പെട്ട പ്രൗഢഗംഭീരമായ ആ ദൈവിക സൗധം 3 നാൾ കൊണ്ട് യേശു പണിയുമോ? തന്റെ ദൈവികമായ അധികാരത്തിനുള്ള തെളിവാണ് യേശു അർത്ഥമാക്കുന്നതെങ്കിൽ ഈ ദേവാലയം ഒരു നിമിഷം കൊണ്ട് താൻ പണിതുയർത്തുമെന്ന് അവിടത്തേക്ക് പറയാമായിരുന്നു. ശൂന്യതയിൽ നിന്ന് ഒരു നിമിഷം കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ ഒരുക്കിയ ദൈവത്തിന് അത് സാധ്യമായിരുന്നു. എന്നാൽ യേശു പറഞ്ഞത് 3 നാൾ കൊണ്ട് പൂർത്തിയാകുന്ന ദേവാലയത്തെ കുറിച്ചാണ്. 3-ാം നാൾ ഈശോ പൂർത്തിയാക്കിയ ദേവാലയം അവിടുത്തെ ഉച്ചിത ശരീരമാണ്. തന്നെ ജെറുസലം ദേവാലയത്തിന് പകരമായി ഈശോ പ്രതിഷ്ഠിക്കുകയാണ് ഇവിടെ. ഈ താതാത്മ്യപ്പെടുത്തലിന്റെ സാങ്കല്യം സുവിശേഷകൻ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, ദൈവം തന്റെ ജനത്തിന് തന്നെ വെളിപ്പെടുത്താനാണ് ദേവാലയത്തിൽ വസിച്ചിരുന്നത്. എന്നാൽ മനുഷ്യാവതാരം ചെയ്ത ഈശോ ദൈവത്തിന്റെ സമ്പൂർണ്ണ വെളിപാടാകയാൽ ജെറുസലേമിൽ ഇനിയൊരു ദേവാലയം അപ്രസക്തമാണ്. 2, ജെറുസലം ദേവാലയം ബലി അർപ്പണങ്ങളുടെ വേദിയാണ്. ആടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം ചിന്തി അർപ്പിച്ച ജെറുസലേമിലെ ബലികൾ പാപമോചനമേകാൻ പര്യാപ്തമായിരുന്നില്ല. എന്നേക്കുമായുള്ള പാപപരിഹാര ബലി യേശു അർപ്പിച്ചതിനാൽ ജെറുസലം മാതൃകയിലുള്ള ബലികൾക്ക് ഇനി പ്രസക്തിയില്ല. ഇനിമേൽ ഒരേ ഒരു ബലിപീഠമേ ഉള്ളൂ.
കാൽവരി. ഒരേ ഒരു ബലിയേ ഉള്ളൂ, കുരിശിലെ ബലി. ഇവയുടെ അനുസ്മരണവും അനുഷ്ഠാനവുമായ വിശുദ്ധ കുർബാനയല്ലാതെ മറ്റെല്ലാ ബലികളും അപ്രസിദ്ധമാണ് എന്ന സത്യമാണ് ഈശോ വെളിപ്പെടുത്തുന്നത്. ദേവാലയം എന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ സമാഗമിക്കുന്ന വേദിയാണ്. പുറപ്പാട് കാലത്തെ ദേവാലയ മാതൃകയിലുള്ള കൂടാരത്തിന്റെ പേര് സമാഗമ കൂടാരം എന്നായിരുന്നു. ഇനിമേൽ ദൈവ മനുഷ്യ സമാഗമനത്തിന് ഒരേ ഒരു വേദിയേ ഉള്ളൂ, ഈശോ മിശിഹ. ഈശോയെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഈശോയിലൂടെ അല്ലാതെ പിതാവിലേക്ക് പ്രവേശിക്കാനാവില്ല. അതിനാൽ ദൈവ മനുഷ്യ സമാഗമനത്തിന് ഈശോ അല്ലാതെ മറ്റൊരു ദേവാലയം ആവശ്യമില്ല. 4, ദേവാലയം പ്രാർത്ഥനാലയമാണ്, ദൈവാരാധനയുടെ സ്ഥലമാണ്. എന്നാൽ ആത്മാവും സത്യവുമായ ഈശോയിലാണ് ഇനിമേൽ ദൈവത്തെ ആരാധിക്കേണ്ടത്. ജെറുസലം ദേവാലയം ഇനിയും പെടാത്തതിന്റെ കാരണം രക്ഷാപദ്ധതിയിൽ ആ ദേവാലയത്തിന്റെ സ്ഥാനം ഈശോ ഏറ്റെടുത്തത് കൊണ്ടാണ്. ലോകത്തെ ഏറ്റവും സമ്പന്നവും സൈനിക ബലമുള്ളതും സ്വാധീനമുള്ളതും ബുദ്ധി കൂർമ്മതയുമുള്ളതുമായ ജനമായ ഇസ്രായേൽക്കാർക്ക് ഒരു ദേവാലയം പണിയാൻ 2000 കൊല്ലമായിട്ടും കഴിയാതിരുന്നതിന്റെ കാരണം ഇവിടെ വ്യക്തമാണ്. യേശുവാണ് ദൈവത്തിന്റെ യഥാർത്ഥ ദേവാലയം. ഈ സത്യം ക്രൈസ്തവ ദേവാലയങ്ങൾക്കും ബാധകമാണ്. ജെറുസലേമിൽ പണിയപ്പെട്ടതുപോലെ രമ്യഹർമ്മ്യമായതും അലങ്കൃതവുമായ സൗധങ്ങൾ മാത്രമായി നമ്മുടെ ദേവാലയങ്ങൾ മാറരുത്. ക്രിസ്തീയ ദേവാലയങ്ങൾ ഉചിതനായ ക്രിസ്തുവിന്റെ സാന്നിധ്യമായി മാറണം. ദേവാലയം ദൈവിക വെളിപാടിന്റെ വേദിയാകണം. അതായത് യേശുവിലൂടെ ദൈവം നൽകിയ വചന പ്രഘോഷണ വേദിയായ ദേവാലയങ്ങൾ മാറണം. 2, ഓരോ ദേവാലയവും ക്രിസ്തുവിന്റെ ബലിവേദിയാകണം. വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ മാത്രം പോരാ, വിശുദ്ധ കുർബാനയുടെ ചൈതന്യം ജീവിക്കുന്ന വേദിയായ ദേവാലയം മാറണം. 3, ദേവാലയങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടുന്ന സമാഗമ വേദിയായി മാറണം. അശരണർക്കും പാവപ്പെട്ടവർക്കും ഭൂമിയിലെ ദൈവത്തിന്റെ മുഖമായി മാറുമ്പോഴാണ് ദേവാലയങ്ങൾ ഉച്ചിതന്റെ സാന്നിധ്യമായി മാറുന്നത്. 4, ദേവാലയങ്ങൾ ദൈവാരാധനയുടെ വേദികളാകണം. കച്ചവടങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും പിരിവുകളും ദൈവാരാധനയെ വിഴുങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ദേവാലയങ്ങളും പുനർനിർമ്മിക്കാനാവാത്ത വിധം കാലയവനികൾക്കുള്ളിൽ മറയുമെന്ന സത്യമാണ് ഈശോ പറഞ്ഞു തരുന്നത്. യേശു 3-ാം നാൾ പടുത്തുയർത്തിയ യഥാർത്ഥ ദേവാലയം തിരുസഭയാണ്. തിരുസഭ എന്നത് ക്രിസ്തു തന്നെയാണ് എന്ന സത്യം മറന്ന് സഭയെ കെട്ടിടവും സ്ഥാപനവുമായി പരിമിതപ്പെടുത്തുവാനുള്ള പ്രലോഭനം സഭയിൽ ഉടനീളം വർത്തമാനമാകുന്നുണ്ട് എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. ഈ ഞായറാഴ്ച ഈശോ കനിഞ്ഞു തന്ന ഈ തിരുവചനത്തെ നമ്മുടെ വിചിന്തനത്തിന് നമുക്ക് വിഷയമാക്കാം. ഈശോ തന്ന ഈ സന്ദേശം സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.